സിമ്പിൾ ബിരിയാണി. റമീസ് നാട്ടിൽ പോകുന്ന കാരണമുള്ള ബിരിയാണിയാണ്. പട്ട, കറമ്പ്, ഏലക്ക. ഈ ഉള്ളിട്ടപ്പോ തന്നെ ബിരിയാണിന്റെ മണായല്ലടാ. അടച്ചേക്കണം. പൊതിനട്ടോ. ഇഞ്ചി പേസ്റ്റ് ഐസാണല്ലോ. അതെന്താ കൈ മാത്രം നിറഞ്ഞു നിൽക്കും ഫ്രെയിമില്. ഗരം മസാല. ഇതിന് മുന്നിട്ടൊന്നും പറയാൻ തോന്നില്ല. അപ്പൊ ഗരം മസാല പറഞ്ഞത്. മസാല അതാ ഒരു കണ്ടിക്കുന്നേ, പറയേണ്ട ആവശ്യമില്ല. മസാലകളൊന്നും അധികം ഇല്ലാത്ത ബിരിയാണിയാണ്. ഇളക്കിളക്കിളക്ക് എന്തായി സാധനം? മസാല ഒക്കെ ആയത് ഇത്രയും നേരം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അരി പിടിച്ച് നല്ല ഇളക്കി സെറ്റായിക്കോട്ടെ. നമ്മുടെ ഇന്നത്തെ കൈമ ബിരിയാണിയാണ്. റൈസ് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതാണ്. ഓക്കെ അല്ലേ? എന്നാൽ വെള്ളം ഔറ്റല്ലേ? എന്തിനും പറഞ്ഞിട്ടുണ്ട് റമീസ്. ചിക്കനൊക്കെ ഇടുമ്പോൾ ഫുള്ള് ലെഗ് പീസാണ് ചിക്കൻ. ഇളക്ക് മസാല നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ കൊടുത്തു. നല്ല ഒന്ന് ഇറക്കി എല്ലാം സെറ്റ് ആയിക്കോട്ടെ. ചിക്കൻ അടിയിൽ പോയിക്കോട്ടെ, മസാല മുകളിലായിക്കോട്ടെ. മോനെ ഇപ്പത്തെ നല്ല ഫ്ലേവർ ആട്ടോ. മറിച്ചെടുക്കണോ? ഇപ്പത്തന്നെ നല്ല ഫ്ലേവർ ആയിട്ടോ. ശരിക്കും ഫ്രൈ ചെയ്ത് അടിക്കുന്നതൊക്കെ നല്ല ഇങ്ങനെ അടിക്കുന്ന. കാരണം ഒന്നാമത് ഫ്രൈ ചെയ്യാൻ സമയമല്ല. വാവ്, ഒന്ന് ഇളക്കി വിട ഇളക്കി വിട. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ചിക്കൻ എന്താവും. 4 പീസ് എടുത്ത് ടേസ്റ്റ് നോക്കിയല്ലോ. ഓക്കെ അല്ലേ? ചിക്കൻ എന്നാ വെള്ളം കൊടുത്തു. ഉപ്പ് നോക്കണോ? ഉപ്പ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈസ് ഇടാറില്ലല്ലേ? കൊടുത്തു. നമ്മൾ നാരങ്ങക്ക് വെയിറ്റ് ചെയ്യാൻ സമയമല്ല. തട്ടിക്കൂട്ട് ബിരിയാണിയാണ് അത്. തള വന്ന ബിരിയാണി റെഡി. അരിയിട്ടല്ലോ. ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ
ചിക്കൻ വെന്തലടാ. ഓ ചിക്കൻ ഇറക്കി കൊടുക്കണം. അല്ല ചെമ്പ് മാറ്റേണ്ടി വരുമോ? എന്നാ നല്ല ഇറക്കി. റൈസ് കുക്കായോ? റൈസ് ദമ്മിനാവും. ബിരിയാണി ദമ്മിട്ട്. ഇതാണ് നമ്മുടെ ദമ്മ്. ബിരിയാണി റെഡിയാ? ബിരിയാണി റെഡി. പൊട്ടിച്ചൂട്. ചൂടാ? ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ലേ? എല്ലാ സൈഡും ഇളക്കിക്കും. വളമ്പുമ്പോൾ എന്തേലും പറഞ്ഞിട്ടൊക്കെ ഒന്ന് വളമ്പേ. എന്തേലും ഒന്ന് പറയുന്നേ. പ്ലേറ്റ് കുറച്ച് ഇങ്ങോട്ട് പിടിച്ചാൽ കാണുന്നില്ല. ഓ പ്ലേറ്റ് അടിയോടെയാണ്. മതി മതി, കുറച്ച് മതി. കൈ മാത്രം കാണുന്നു. ഇതാണ് നമ്മുടെ കൈമ ബിരിയാണി. സിമ്പിൾ ബിരിയാണി, തട്ടിക്കൂട്ട് സിമ്പിൾ ബിരിയാണി. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ്. കുറച്ച് എടുത്ത് പറ. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ചിക്കൻ ഭയങ്കര ബിരിയാണി ഉഷാറ്. പക്ഷെ ചിക്കനാണ് ഭയങ്കര സോഫ്റ്റ്. ദമ്മിലിട്ട് ചിക്കൻ കഴിക്കാൻ നമുക്ക് ഇനി കുക്കാക്കേണ്ട ആവശ്യമില്ല. ദമ്മിലിട്ടാൽ മതി. ഭയങ്കര സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റ് ആയിക്കണം. പപ്പടത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. പപ്പടം കൂടി ഉഷാറായില്ലേ? ഫ്രൈ ചെയ്തടിക്കണേക്കാൾ സിമ്പിളാണ്, പെട്ടെന്നാവും ചെയ്യും. നമുക്ക് ഡ്യൂട്ടി ചെയ്യുന്നില്ല, ഇങ്ങനെ അടിക്കാനുള്ള സമയമുള്ളൂ.